ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്സിഡേഷൻ നമ്പർ ആൻഡ് ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷൻസ്. അനലൈസ് ദ കെമിക്കൽ ഇക്വേഷൻസ് ഓഫ് ദി ഫോർമേഷൻ ഓഫ് സോഡിയം ക്ലോറൈഡ്. സോഡിയം ക്ലോറൈഡിൻ്റെ ഫോർമേഷൻ്റെ കെമിക്കൽ ഇക്വേഷനാണ് സോഡിയവും ക്ലോറിനും ചേർന്ന് സോഡിയം ക്ലോറൈഡ് ഉണ്ടാകുന്നു. ഡ്യൂറിംഗ് ദ ഫോർമേഷൻ ഓഫ് സോഡിയം ക്ലോറൈഡ് സോഡിയം ലോസസ് ഓൺ ഇലക്ട്രോൺ ആൻഡ് ഗെറ്റ് ഓൺ പോസിറ്റീവ് ചാർജ്. നമുക്കറിയാം, ഒരു ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തി ഒരു പോസിറ്റീവ് ചാർജ് ആവുന്നു. ആൻഡ് ക്ലോറിൻ ഗെയിൻ ഓൺ ഇലക്ട്രോൺ ആൻഡ് ഗെറ്റ്സ് ഓൺ നെഗറ്റീവ് ചാർജ്. അല്ലേ, ഒരു ഇലക്ട്രോണിനെ സ്വീകരിച്ചു ഒരു നെഗറ്റീവ് ചാർജായി മാറുന്നു. സോ ദ ഓക്സിഡേഷൻ നമ്പർ ഓഫ് സോഡിയം ഈസ് +1, അത് നമുക്കറിയാം. ആൻഡ് ഓക്സിഡേഷൻ നമ്പർ ഓഫ് ക്ലോറിൻ ഈസ് -1. വാട്ട് ഈസ് ദ ഓക്സിഡേഷൻ നമ്പർ ഓഫ് സോഡിയം ആൻഡ് ക്ലോറിൻ ഇൻ ദെയർ എലമെൻ്റൽ സ്റ്റേറ്റ്? അപ്പോൾ ഈ സോഡിയം ക്ലോറൈഡിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എലമെൻ്റൽ സ്റ്റേറ്റിൽ എത്രയായിരുന്നു? എത്രയാണ്? 0 ആണ് അല്ലേ. അപ്പോൾ എലമെൻ്റായിട്ട് സോഡിയവും ക്ലോറിനും എലമെൻ്റായിട്ടിരിക്കുന്ന സമയത്ത് ഓക്സിഡേഷൻ നമ്പർ 0 ആണ്. കാരണം ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുന്നുമില്ല, ആ സമയത്ത് നഷ്ടപ്പെടുത്തുന്നുമില്ല. നമുക്കറിയാം എലമെൻറ്റ് ന്യൂട്രൽ ആണെന്നറിയാം. അപ്പോൾ അവിടെ എന്താ വരുന്നത്? അവിടെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് 0 ആയിരിക്കും വരുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, കാരണം ഇലക്ട്രോണിൻ്റെയും പ്രോട്ടോണിൻ്റെയും ഒക്കെ എണ്ണം തുല്യമാണ്. അതുകൊണ്ട് തന്നെ അവിടെ ആറ്റം ന്യൂട്രലാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഓക്സിഡേഷൻ നമ്പർ എന്താണ്? 0 ആണ്. സോഡിയവും ക്ലോറിനും ചേർന്ന് സോഡിയം ക്ലോറൈഡ് ഉണ്ടാകുന്ന ഈ കെമിക്കൽ ഇക്വേഷൻ്റെ കാര്യങ്ങളൊന്നും ഞാൻ വലുതായിട്ട് ചർച്ച ചെയ്യുന്നില്ല. കാരണം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം ഇത് തന്നെയാണ് ചർച്ച ചെയ്തുകൊണ്ട് വരുന്നത്. ഇവിടെ നമ്മൾ പറഞ്ഞു എലമെൻ്റൽ സ്റ്റേറ്റിൽ ഇരിക്കുമ്പോൾ സോഡിയത്തിൻ്റെയും ക്ലോറിൻ്റെയും ഓക്സിഡേഷൻ നമ്പർ 0 ആണെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് അതങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ആ സമയത്ത് അതിന് ചാർജൊന്നും ഇല്ലല്ലേ, ന്യൂട്രലായ ആറ്റത്തിന് ചാർജില്ലല്ലോ. അതുകൊണ്ടാണ് നമ്മളവിടെ 0 ആണെന്ന് പറയുന്നത്. ലെറ്റ് us റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ ഇൻക്ലൂഡിങ് ദെയർ ഓക്സിഡേഷൻ നമ്പേഴ്സ്. അപ്പോൾ അതിൻ്റെ ഒരു കെമിക്കൽ ഇക്വേഷൻ അവിടെ താഴെ തന്നിട്ടുണ്ട്. സോഡിയവും ക്ലോറിനും ചേർന്ന് സോഡിയം ക്ലോറൈഡ് അല്ലേ. അപ്പോൾ സോഡിയത്തിൻ്റെയും ക്ലോറിൻ്റെയും നോക്കാൻ ചാർജ് ഉണ്ടോ? ഇല്ല, ന്യൂട്രൽ ആറ്റം ആണ് അതല്ലേ. കാരണം ഇലക്ട്രോണിൻ്റെയും പ്രോട്ടോണിൻ്റെയും എണ്ണം അവിടെ തുല്യമാണ്. നോക്കത്. പക്ഷേ അതിൻ്റെ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം സോഡിയം ക്ലോറൈഡ് ആയതിനു ശേഷം നമുക്കറിയാം സോഡിയത്തിന് +1 ചാർജും ക്ലോറിന് -1 ചാർജുമാണ് കിട്ടുന്നത് നമുക്കറിയാം. വാട്ട് ഹാപ്പൻഡ് ടു ദ ഓക്സിഡേഷൻ നമ്പർ ഓഫ് സോഡിയം ആസ് എ റിസൾട്ട് ഓഫ് ദിസ് റിയാക്ഷൻ? ഇൻക്രീസ്ഡ് ഓർ ഡിക്രീസ്ഡ്? സോഡിയത്തിന് ഇൻക്രീസ് ചെയ്യുവാണ് അല്ലേ, +1 ആണ്, കൂടുകയാണ് ചെയ്തത് 0-ൽ നിന്നും. വാട്ട് ഹാപ്പൻ ടു ദ ഓക്സിഡേഷൻ നമ്പർ ഓഫ് ക്ലോറിൻ? ക്ലോറിന് ഡിക്രീസ് ആവുക ചെയ്തതല്ലേ, 0-ൽ നിന്നും -1 ആയിട്ട് മാറുകയാണ് ചെയ്തത്. നമുക്കറിയാലോ 0-ൽ നിന്ന് -1 ആകുമ്പോൾ കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നോക്ക്, ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസസ് ഡ്യൂറിങ് ഓക്സിഡേഷൻ റിയാക്ഷൻസ്. ഓക്സിഡേഷൻ റിയാക്ഷൻസിൻ്റെ സമയത്ത് ഓക്സിഡേഷൻ നമ്പർ കൂടുന്നു. റിഡക്ഷൻ റിയാക്ഷൻസ് ഇൻവോൾവ് ഡിക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ. റിഡക്ഷനിൽ എന്ത് സംഭവിക്കുന്നു? ഓക്സിഡേഷൻ നമ്പർ കുറയുന്നു. ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. ഓക്സിഡേഷൻ എന്താ, റിഡക്ഷൻ എന്തുവാണ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞതാണ്. ഇത് എന്തുകൊണ്ട് കുറയുന്നു എന്നൊക്കെ ഉള്ളതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞതാണ്. വിച്ച് ആറ്റം അണ്ടർഗോസ് ഓക്സിഡേഷൻ ഡ്യൂറിങ് ദ ഫോർമേഷൻ ഓഫ് സോഡിയം ക്ലോറൈഡ്? ഏതാണ്? സോഡിയം ആറ്റത്തിനാണ് ഓക്സിഡേഷൻ സംഭവിക്കുന്നത് അല്ലേ. അതായത് ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നത് ആർക്കാണ്? ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നത് സോഡിയത്തിനാണ്. അതുകൊണ്ട് തന്നെ അതിനാണ് ഓക്സിഡേഷനും സംഭവിക്കുന്നത്. വാട്ട് ഈസ് ദ ഓക്സിഡൈസിങ് ഏജൻറ്റ് ഇൻ ദിസ് റിയാക്ഷൻ? ഓക്സിഡൈസിങ് ഏജൻറ്റ് ഏതാണ്? ക്ലോറിനാണ് ഓക്സിഡൈസിങ് ഏജൻറ്റ്. എന്തുകൊണ്ടാണ്? കാരണം സോഡിയത്തിൻ്റെ ഇലക്ട്രോണിനെ സ്വീകരിച്ചത് ആരാണ്? ഈ ഓക്സിഡേഷന് ഹെൽപ്പ് ചെയ്തത് ആരാണ്? ക്ലോറിനാണ്. അതുകൊണ്ട് ഓക്സിഡൈസിങ് ഏജൻറ്റ് ആരാണ്? ക്ലോറിനാണ്. വിച്ച് ആറ്റം അണ്ടർഗോസ് റിഡക്ഷൻ ഇൻ ദിസ് റിയാക്ഷൻ? റിഡക്ഷൻ സംഭവിക്കുന്നത് ആർക്കാണ്? റിഡക്ഷൻ സംഭവിക്കുന്ന ക്ലോറിനാണ് അല്ലേ. ഇലക്ട്രോണിനെ സ്വീകരിച്ച് മൈനസ് ചാർജായി മാറുന്നത് ആരാണ്? ക്ലോറിനാണ്. അതുകൊണ്ട് അതിന് റിഡക്ഷൻ സംഭവിക്കുകയാണ് ചെയ്യുന്നത്. വാട്ട് ഈസ് ദ റെഡ്യൂസിങ് ഏജൻറ്റ് ഇൻ ദിസ് കേസ്? ആരാണ് റെഡ്യൂസിങ് ഏജൻറ്റ്? സോഡിയമാണ് റെഡ്യൂസിങ് ഏജൻറ്റായിട്ട് വരുന്നത്. കാരണം സോഡിയമാണ് ഇലക്ട്രോണിനെ കൊടുത്ത് ഈ ക്ലോറിന് റിഡക്ഷൻ സംഭവിക്കാൻ കാരണമായത്. അതുകൊണ്ട് തന്നെ റെഡ്യൂസിങ് ഏജൻറ്റ് ആരാണ്? സോഡിയമാണ്. നെക്സ്റ്റ് നോക്കൂ, അനലൈസ് ദ കെമിക്കൽ ഇക്വേഷൻ ഗിവൺ ബിലോ. ഫൈൻഡ് ഔട്ട് ദ ഓക്സിഡേഷൻ നമ്പർ ഓഫ് ആറ്റംസ് ആൻഡ് കംപ്ലീറ്റ് ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ്. H2+ Cl2 ഗീവ്സ് 2HCl. ഇതിനകത്ത് ഇതിനെ സംബന്ധിച്ചിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസുകൾ താഴെ തന്നിട്ടുണ്ട്. ദ ആറ്റം ഹൂസ് ഓക്സിഡേഷൻ നമ്പർ ഈസ് ഇൻക്രീസ്ഡ്. ഇതിൽ ഏതിൻ്റെ ഓക്സിഡേഷൻ നമ്പറാണ് ഇൻക്രീസ് ചെയ്യുന്നത്? നമുക്കറിയാം ഹൈഡ്രജൻ ആണ് അല്ലേ, ഹൈഡ്രജൻ്റെ ആണ് ഇൻക്രീസ് ചെയ്യുന്നത്. ദി ആറ്റം വിച്ച് ഹാസ് അണ്ടർഗോസ് ഓക്സിഡേഷൻ. ഇതിനകത്ത് ഏതാണ് ഓക്സിഡേഷൻ സംഭവിക്കുന്നത്? ഏതിനാണ്? ഹൈഡ്രജനാണ് ഓക്സിഡേഷൻ സംഭവിക്കുന്നത് നമുക്കറിയാം. ദി ആറ്റം ഹൂസ് ഓക്സിഡേഷൻ നമ്പർ ഈസ് ഡിക്രീസ്ഡ്. കുറയുന്നത് ഏതിനായിരിക്കും?
ക്ലോറിനായിരിക്കും കുറയുന്നത്. കാരണം ക്ലോറിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഒരു ഇലക്ട്രോണിനെ ആവശ്യമുണ്ട്. ഇവിടെ ഒരു കോവാലൻ കോമ്പൗണ്ട് ആയിരിക്കും സംഭവിക്കുന്നത്, ഒരിക്കലും ഇവിടെ ഒരു അയോണിക് കോമ്പൗണ്ട് അല്ല സംഭവിക്കുന്നത്. കാരണം ഹൈഡ്രജന് ഒരൊറ്റ ഇലക്ട്രോണേ ഉള്ളൂ, അതിനെ ഒരിക്കലും വിട്ടുകൊടുക്കത്തില്ല, അവർ ഷെയർ ചെയ്യത്തേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ആർക്കാണോ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടുതലുള്ളത് അതിന് അങ്ങോട്ടായിരിക്കും ഇലക്ട്രോൺ അട്രാക്റ്റ് ആയി പോകുന്നത്. ക്ലോറിനെ വെച്ച് നോക്കുമ്പോൾ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കുറവുള്ളത് ഹൈഡ്രജനാണ്. ഹൈഡ്രജൻ്റെ ഇലക്ട്രോൺ നെഗറ്റീവ് പോളൻ സ്കെയിൽ പ്രകാരം 2.1 ആണ്. ക്ലോറിൻ്റെത് 3.16 ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ആരെ അട്രാക്റ്റ് ചെയ്യത്തുള്ളൂ? ക്ലോറിനെ അട്രാക്റ്റ് ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടെ റിഡക്ഷൻ സംഭവിക്കുന്നത് ക്ലോറിനും ഓക്സിഡേഷൻ സംഭവിക്കുന്നത് ഹൈഡ്രജനുമായിരിക്കും അല്ലേ. നെക്സ്റ്റ് നോക്ക്, ദി ആറ്റം ഹൂസ് ഓക്സിഡേഷൻ നമ്പർ ഈസ് ഡിക്രീസ്ഡ്. ആരുടെ ആയിരിക്കും കുറയുന്നത്? തീർച്ചയായിട്ടും ക്ലോറിൻ്റെ ആയിരിക്കും കുറയുന്നത് അല്ലേ. അതായിരിക്കും അട്രാക്റ്റ് ചെയ്ത് മൈനസിലോട്ട് പോകുന്നത്. അടുത്തത് ദി ആറ്റം വിച്ച് ഹാസ് അണ്ടർഗോസ് റിഡക്ഷൻ സംഭവിക്കുന്നത് ആർക്കാണ്? ക്ലോറിനാണ്. ഇവിടെ ഓക്സിഡൈസിങ് ഏജൻറ്റ് ആരാണ്? ക്ലോറിനാണ് ഓക്സിഡൈസിങ് ഏജൻറ്റ് അല്ലേ. കാരണം ഓക്സിഡേഷന് ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് ഓക്സിഡൈസിങ് ഏജൻറ്റ് അല്ലേ. ഇവിടെ ഹൈഡ്രജനാണ് എന്ത് സംഭവിച്ചത്? ഓക്സിഡേഷൻ സംഭവിച്ചത്. ഇതിന് ഹെൽപ്പ് ചെയ്തത് ആരാണ്? ക്ലോറിനാണ്. അപ്പോൾ അതായിരിക്കുമല്ലോ ഓക്സിഡൈസിങ് ഏജൻറ്റ് വരുന്നത്. ഇനി റെഡ്യൂസിങ് ഏജൻറ്റ്, റിഡക്ഷൻ ആരാണോ ഹെൽപ്പ് ചെയ്യുന്നത് അതാണ് റെഡ്യൂസിങ് ഏജൻറ്റ്. ഇവിടെ റിഡക്ഷൻ സംഭവിച്ചത് ആർക്കാണ്? ക്ലോറിനാണ്. അപ്പോൾ ക്ലോറിന് റിഡക്ഷൻ സംഭവിക്കാൻ വേണ്ടി ആരാണ് ഇലക്ട്രോണിനെ അല്ലെങ്കിൽ അങ്ങോട്ട് അട്രാക്റ്റ് ചെയ്യാൻ കൊടുത്ത് ആരാണ് ഹെൽപ്പ് ചെയ്തത്? ഹൈഡ്രജനാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഹൈഡ്രജനാണ് റെഡ്യൂസിങ് ഏജൻറ്റ്. ഇനി ഇവിടെ വേറൊരെണ്ണമുണ്ട്, Mg+2HCl gives MgCl2+H2. റൈറ്റ് ദി ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഈച്ച് ആറ്റം. ഇതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എഴുതാനാണുള്ളത്. ഓക്സിഡേഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ എന്തോ അതിൻ്റെ ചാർജ് എത്രയാണോ അതാണ് അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് നമുക്കറിയാം. ഇവിടെ നമ്മൾ ഈ മഗ്നീഷ്യത്തിൻ്റെ കേസ് എടുക്കുമ്പോൾ മഗ്നീഷ്യം ഒരു ന്യൂട്രൽ ആറ്റമാണ് അല്ലേ. കാരണം അത് ഒരു ബോണ്ടിലും ഏർപ്പെട്ടിട്ടില്ല ഈ ഒരു മഗ്നീഷ്യം ആറ്റം. അതുകൊണ്ട് തന്നെ അതിൻ്റെ ചാർജ് 0 ആണ്. അപ്പോൾ നമുക്ക് മഗ്നീഷ്യം തൊട്ട് മുകളിൽ 0 ഇട്ട് കൊടുക്കാം. അടുത്തത് ഏതാണ്? HCl. പക്ഷേ അത് ബോണ്ടിൽ ഏർപ്പെട്ടതാണ് HCl അല്ലേ. ഹൈഡ്രജനും ക്ലോറിനും തമ്മിൽ ചേർന്നതാണ്. അതുകൊണ്ട് തന്നെ അതിനവിടെ ചാർജ് കാണും. അപ്പോൾ ഹൈഡ്രജൻ്റെ ചാർജ് നമുക്കറിയാം ഏതാണ്? +1 ആണ്. ക്ലോറിൻ്റെത് -1 ആണ്. അതൊക്കെ നമ്മൾ നേരത്തെ ഒത്തിരി പറഞ്ഞത് ഇപ്പോൾ കൂടെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ എങ്ങനെയാണ് ക്ലോറിന് -1 കിട്ടിയതെന്ന്. അടുത്തത് അതിന് ശേഷം നോക്ക്, മഗ്നീഷ്യം ക്ലോറൈഡ്. അത് മഗ്നീഷ്യം ബോണ്ടിൽ ഏർപ്പെട്ടു അല്ലേ. അപ്പോൾ അവിടെ ചാർജ് കാണും. അന്നേരം മഗ്നീഷ്യത്തിൻ്റെ കേസ് എടുക്കുമ്പോൾ മഗ്നീഷ്യത്തിൻ്റെ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കുന്നത് അതിൻ്റെ അറ്റോമിക് നമ്പർ അറിഞ്ഞിരിക്കുക. അതിൻ്റെ അറ്റോമിക് നമ്പർ 12 ആണ്. അതിൻ്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ 282 ആണ്. അപ്പോൾ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണിൻ്റെ എണ്ണം 2 ആണ്. തീർച്ചയായിട്ടും ആ ഇലക്ട്രോണ് വിട്ടുകൊടുക്കത്തേ ഉള്ളൂ. അപ്പം വിട്ടുകൊടുക്കുന്നതുകൊണ്ട് തന്നെ അത് പ്ലസ് ചാർജായി മാറും അല്ലേ. അപ്പം മഗ്നീഷ്യത്തിൻ്റെ ഓക്സിഡേഷൻ നമ്പർ +2 ആയിരിക്കും. ഇനി അടുത്തത് നമുക്ക് ക്ലോറിൻ്റെ അറിയാൻ നമുക്ക് എത്രയാണ്? -1 ആണെന്ന് നമുക്കറിയാം. ഇനി നോക്ക്, നെക്സ്റ്റ് നോക്ക് ഹൈഡ്രജൻ. അവിടെ ഹൈഡ്രജൻ റിലീസായി അല്ലേ. എന്തുമായിട്ടും ചേർന്ന് നിൽക്കുവാണോ? അല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഹൈഡ്രജന് എന്താണ് വരുന്നത്? 0 ആയിരിക്കും അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ വരുന്നത്. കാരണം അത് തനിച്ച് നിൽക്കുവാണല്ലേ. തനിച്ച് നിൽക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ആറ്റം ന്യൂട്രൽ ആറ്റമാണ്. അതുകൊണ്ട് തന്നെ അവിടെ 0 ആയിരിക്കും വരുന്നത്. ഇങ്ങനെ നിങ്ങൾ ശ്രദ്ധിച്ച് വേണം നോക്കി ചെയ്യാൻ. നെക്സ്റ്റ് നോക്ക്, റൈറ്റ് ദ ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഈച്ച് ആറ്റം. നമ്മളിപ്പോൾ അത് ചെയ്തു. ഫൈൻഡ് ഔട്ട് ദ ഫോളോയിങ്. ദ ഓക്സിഡേഷൻ നമ്പർ ഓഫ് മഗ്നീഷ്യം ചേഞ്ചസ് ഫ്രം ഡാഷ് ടു ഡാഷ്. 0യിൽ നിന്ന് എബിലോട്ട് മാറി +2 ചേഞ്ച് ചെയ്തു. ദ ചേഞ്ച് ദാറ്റ് ഹാപ്പൻ ടു മഗ്നീഷ്യം. മഗ്നീഷ്യത്തിന് എന്തോ സംഭവിച്ചത്? ഓക്സിഡേഷനാണോ റിഡക്ഷനാണോ? ഓക്സിഡേഷനാണ് സംഭവിച്ചത്. കാരണം കൂടുകയാണ് ചെയ്തതല്ലേ, +2 മാറുകയാണ് ചെയ്തത്. അപ്പോൾ മഗ്നീഷ്യത്തിന് സംഭവിച്ചത് ഓക്സിഡേഷനാണ്. വാട്ട് ഈസ് ദ ഓക്സിഡൈസിങ് ഏജൻറ്റ് ഇൻ ദിസ് കേസ്? ഏതാണ് ഓക്സിഡൈസിങ് ഏജൻറ്റ്? HCl ആണ്. കാരണം മഗ്നീഷ്യത്തിന് ഓക്സിഡേഷൻ സംഭവിക്കാൻ ഹെൽപ്പ് ചെയ്തത് ആരാണ്? HCl ആണ്. അതുകൊണ്ട് തന്നെ അതായിരിക്കുമല്ലോ ഓക്സിഡൈസിങ് ഏജൻറ്റ്. വാട്ട് ഈസ് ദ റെഡ്യൂസിങ് ഏജൻറ്റ്? ഏതായിരിക്കും? മഗ്നീഷ്യമാണ്. കാരണം ഇവിടെ റിഡക്ഷൻ സംഭവിച്ചത് ആർക്കാണ്? HCl-നാണ്. അതുകൊണ്ട് തന്നെ അതിന് ഹെൽപ്പ് ചെയ്തത് ആരാണ്? മഗ്നീഷ്യമാണ്. അതുകൊണ്ട് ഇവിടെ റെഡ്യൂസിങ് ഏജൻറ്റ് മഗ്നീഷ്യം ആയിരിക്കും. നെക്സ്റ്റ് വേറെണ്ണം കൊടുത്തിട്ടുണ്ട്. അനലൈസ് ദ കെമിക്കൽ റിയാക്ഷൻ ഗിവൺ ബിലോ ആൻഡ് കംപ്ലീറ്റ് ടേബിൾ. C+O2 ഗിവ്സ് Ca2. കാർബൺ ഓക്സിജൻ ചേർന്ന് കാർബൺ ഡൈ ഓക്സൈഡ്. ഇതിനകത്ത് ആ ബോക്സ് ടേബിൾ ഫില്ല് ചെയ്യാനാണ്. കാർബണിൻ്റെ കേസിൽ ബിഫോർ റിയാക്ഷൻ
ഓക്സിഡേഷൻ നമ്പർ 0 ആണെന്ന് നമുക്കറിയാം. ഇവിടെ ന്യൂട്രൽ ആറ്റമാണ്, അതുകൊണ്ട് തന്നെ 0 ആണ്. ഇവിടെ കാർബണിൻ്റെ റിയാക്ഷന് ശേഷമുള്ള ഓക്സിഡേഷൻ നമ്പർ +4 ആണ് വരുന്നത്. കാരണം അതിൻ്റെ അറ്റോമിക് നമ്പർ 6 ആണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത് 2,4 ആണല്ലേ. ഒന്നുകിൽ 4 ഇലക്ട്രോണെ സ്വീകരിക്കണം, അല്ലെങ്കിൽ 4 ഇലക്ട്രോണെ നഷ്ടപ്പെടുത്തണം അല്ലേ. ഇവിടെ കാർബണിൻ്റെ ഓക്സിജൻ്റെ കേസ് എടുക്കുമ്പോൾ ഇതൊരു കോവാലൻ ബോണ്ടാണ് അല്ലേ. കാരണം ഇത് രണ്ടും നോൺ മെറ്റലാണ്. നോൺ മെറ്റൽ എപ്പോഴും കോവാലൻ ബോണ്ടായിരിക്കും സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ കാർബണിന് 4 ആണ് അതിൻ്റെ വാലൻസി വരുന്നത് അല്ലേ. അത് 4 ഇലക്ട്രോണിനെ അതിന് ഒന്നിൽ കിട്ടണം അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തണം അല്ലേ. അപ്പോൾ ഈ ഓക്സിജൻ്റെ കേസ് എടുക്കുമ്പോൾ ഓക്സിജൻ്റെ അറ്റോമിക് നമ്പർ വരുന്നത് എത്രയാണ്? 8 ആണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണിൻ്റെ എണ്ണം 6 ആണ്. അപ്പം ഓക്സിജൻ എത്ര എണ്ണം വേണം? ഒക്ടറ്റ് കോൺഫിഗറേഷൻ തയ്ക്കാൻ വേണ്ടി 2 ഇലക്ട്രോണിനെ ആവശ്യമുണ്ട്. ഈ ഒരു കാർബണിൻ്റെ 4 ഇലക്ട്രോണിനെ 2 ഓക്സിജൻ ആറ്റത്തിന് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കും. അപ്പം 2 ഇലക്ട്രോണിനെ ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ ഓക്സിജന് എന്ത് സംഭവിക്കും? 2 ഓക്സിജൻ ആറ്റം ആകുമ്പോഴത്തേക്ക് ഈ 2 ഇലക്ട്രോണിനെ കിട്ടി അവിടെ ഒക്ടറ്റ് കോൺഫിഗറേഷനിൽ നിൽക്കാൻ സാധിക്കും. അതുപോലെ തന്നെ കാർബണിനും ഈ 2 ഓക്സിജൻ്റെ കയ്യിൽ നിന്നും ഈ 2 ഇലക്ട്രോണിനെ സ്വീകരിച്ച് അവിടെയും എന്ത് സംഭവിക്കും? ഒക്ടറ്റ് കോൺഫിഗറേഷനിൽ നിൽക്കും. അപ്പോൾ അവിടെ ഒരു ഷെയറിംഗ് ആണ് സംഭവിക്കുന്നത്. അപ്പോൾ അവിടെ പ്ലസ് ചാർജ് വരാനുള്ള കാരണമെന്ന് വെച്ചാൽ കാർബണിനും ഓക്സിജനെയും അപേക്ഷിച്ച് കാർബണാണ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കുറവുള്ളത്, ഓക്സിജനാണ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടുതലുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഇലക്ട്രോണിനെ ഓക്സിജൻ അട്രാക്റ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു പാർഷ്യൽ നെഗറ്റീവ് ചാർജ് ഓക്സിജന് സംഭവിക്കുകയും കാർബണിന് ഒരു പാർഷ്യൽ പോസിറ്റീവ് ചാർജ് സംഭവിക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ +4 ആയിട്ട് മാറിയത്. ആർക്ക്? കാർബണിന്. പക്ഷേ ചില കേസുകളിൽ -4 സംഭവിക്കാറുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അതായത് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 4 ഇലക്ട്രോൺ ആണെങ്കിൽ ഒന്നിൽ കൊടുക്കാം അല്ലെങ്കിൽ വാങ്ങാം അല്ലേ. ഞാൻ പറഞ്ഞിട്ടുണ്ട് 3 വരെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഇത് വിട്ടു കൊടുക്കത്തേ ഉള്ളൂ, പോസിറ്റീവ് ചാർജായി നിൽക്കത്തേ ഉള്ളൂ. പക്ഷേ 4 ഇലക്ട്രോണുകളാണ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ളെങ്കിൽ ഒന്നുകിൽ വാങ്ങാം അല്ലെങ്കിൽ നഷ്ടപ്പെടുത്താം അല്ലേ. അപ്പോൾ അവിടെ പ്ലസും മൈനസും സംഭവിക്കാം. അവിടെ ഇലക്ട്രോ നെഗറ്റിവിറ്റിയുടെയൊക്കെ ഇപ്പോൾ കോവലൻ ബോണ്ടാണ് സംഭവിക്കുന്നതെങ്കിൽ അതൊരു ഇലക്ട്രോ നെഗറ്റിവിറ്റിയുടെ കേസിലൊക്കെ ഇരിക്കും ഇതൊരു പ്ലസ് ആവുകയാണോ മൈനസ് ആവുകയാണോ സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. ഈ ഇവിടെ +4 ആണ്, പക്ഷേ ഇത് -4ഉം കാർബൺ ആവുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് ഞാനിവിടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നത്. കാർബണിനാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറവുള്ളത് ഓക്സിജനെ അപേക്ഷിച്ച്. അതുകൊണ്ട് തന്നെ ഓക്സിജൻ കാർബണിൻ്റെ ഇലക്ട്രോണിനെ അട്രാക്റ്റ് ചെയ്ത് നിർത്തുമ്പോൾ കാർബണിന് എന്ത് സംഭവിക്കും? അവിടെ പ്ലസ് ചാർജ് സംഭവിക്കും, ഓക്സിജന് മൈനസ് ചാർജ് സംഭവിക്കും. അപ്പം മനസ്സിലായല്ലോ, ഇവിടെ കോവാലൻ ബോണ്ടാണ് സംഭവിച്ചത്. കാരണം രണ്ടും നോൺ മെറ്റലാണ്. അപ്പം അയോണിക് ബോണ്ട് സംഭവിക്കുന്നത് എപ്പോഴും മെറ്റലും നോൺ മെറ്റലും കൂടെ വരുമ്പോഴാണ് എല്ലായ്പ്പോഴും അയോണിക് ബോണ്ട് സംഭവിക്കുന്നത്. ഇത് രണ്ടും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അതാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. ഇവിടെ +4ന് -4ഉം ചില സന്ദർഭങ്ങളിൽ വേറെ ഏതെങ്കിലും ഒരു എലമെൻറ്റുമായിട്ട് കാർബൺ കമ്പൈൻ ചെയ്യുന്ന സന്ദർഭങ്ങളിൽ -4ഉം സംഭവിക്കാറുണ്ട്. അപ്പോൾ എക്സാമിന് വരുമ്പോൾ നിങ്ങൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി കോവാലൻ ബോണ്ടാണോ എന്നൊക്കെ ഓർത്തിട്ട് വേണം ഈ ഒരു ചാർജ് എഴുതി വയ്ക്കാൻ. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കോവാലൻ ബോണ്ടിൻ്റെ ഒരു പിക്ചർ ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ അത് മനസ്സിലായി കിട്ടും. അതിനാണ് ഞാൻ ഇവിടെ ഇട്ടേക്കുന്നത്. ഇവിടെ ഓക്സിഡേഷൻ ആണോ റിഡക്ഷൻ ആണോ എന്നാണ്. നമുക്കറിയാം പ്ലസ് ചാർജ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഓക്സിഡേഷൻ ആയിരിക്കും അല്ലേ. അപ്പോൾ അവിടെ ഓക്സിഡേഷനാണ്. അപ്പോൾ ഓക്സിഡൈസിങ് ഏജൻറ്റ്, റെഡ്യൂസിങ് ഏജൻറ്റ്, കാർബൺ ഓക്സിഡൈസിങ് ഏജൻ്റ് ആണോ റെഡ്യൂസിങ് ഏജൻ്റ് ആണോ എന്നാണ്. നമുക്കറിയാം റെഡ്യൂസിങ് ഏജൻ്റാണ്. കാരണം റിഡക്ഷന് ആരാണ് ഹെൽപ്പ് ചെയ്തത്? ഇവിടെ കാർബണാണ് ഹെൽപ്പ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അതൊരു റെഡ്യൂസിങ് ഏജൻ്റാണ് അല്ലേ. ഇനി എന്തുവാണ്? ഓക്സിജൻ്റെ കേസ് എടുക്കുമ്പോൾ ഓക്സിജൻ ബിഫോർ റിയാക്ഷൻ 0 ആണ് വരുന്നതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ. കാരണം അതൊരു ന്യൂട്രൽ ആറ്റമാണ്. അവിടെ ഇലക്ട്രോണും പ്രോട്ടോണിൻ്റെ എണ്ണം ഈക്വലാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ചാർജ്ലെസ് ആണ്. ആഫ്റ്റർ റിയാക്ഷൻ വരുമ്പോൾ ഓക്സിജൻ്റെ ഓക്സിഡേഷൻ നമ്പർ -2 ആണ് വരുന്നത്, ചാർജ് ആവുന്നത് അല്ലേ. അതിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 8 ആണ്. അപ്പോൾ 2 6 ആണ്. അത് തീർച്ചയായിട്ടും 2 ഇലക്ട്രോണിനെ സ്വീകരിക്കത്തേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടെ മൈനസ് ചാർജാണ് സംഭവിക്കുന്നത്. അപ്പോൾ 2 മൈനസ് ആയിരിക്കും അവിടെ സംഭവിക്കുന്നത്. ഇനി അവിടെ റിഡക്ഷൻ ആണ് അല്ലേ. മൈനസ് ആയതുകൊണ്ട് തീർച്ചയായിട്ടും റിഡക്ഷനാണ്. 0യിൽ നിന്ന് റിഡക്ഷനാണ് സംഭവിക്കുന്നത് -2യിലോട്ട്. ഇനി ഇത് ഓക്സിഡൈസിങ് ഏജൻ്റ് ആണെന്ന് നമുക്കറിയാം. കാരണം ഓക്സിഡേഷന് ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? ഇവിടെ ഓക്സിജനാണ് അല്ലേ. പിടി കിട്ടിയല്ലോ നിങ്ങൾക്ക്. നെക്സ്റ്റ് വേറെണ്ണം കൊടുത്തിട്ടുണ്ട്. ദ ഇക്വേഷൻ ഫോർ ദ കെമിക്കൽ റിയാക്ഷൻ ബിറ്റ്വീൻ ഹൈഡ്രജൻ ആൻഡ് ക്ലോറിൻ ടു ഫോം ഹൈഡ്രജൻ ക്ലോറൈഡ്.
ഗിവൺ ബിലോ. നമുക്കറിയാം ഹൈഡ്രജൻ ബിഫോർ ഹൈഡ്രജൻ്റെ സീറോയാണ് വരുന്നത്. എന്തുകൊണ്ട് സീറോ വന്നു? അവിടെ ന്യൂട്രൽ ആറ്റമാണ്. ക്ലോറിന് സീറോ ആയിരിക്കും, കാരണം അവിടെ ന്യൂട്രൽ ആറ്റമാണ് അല്ലേ, ഒന്നുമായിട്ട് കമ്പൈൻ ഒന്നും ചെയ്തിട്ടില്ല. ഇതും ഒരു കോവാലൻ ബോണ്ടാണ്. ക്ലോറിനും ഹൈഡ്രജനും ഒരു നോൺ മെറ്റലാണ്. നിങ്ങൾ ആ പീരിയോഡിക് ടേബിൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും മെറ്റലും നോൺ മെറ്റലും അല്ലേ, പിന്നെ മെറ്റലോയിഡും ഉണ്ട്. അപ്പോൾ ഇതൊരു നോൺ മെറ്റലാണ്. നോൺ മെറ്റൽ തമ്മിൽ ചേരുമ്പോൾ ഒരു കോവാലൻ ബോണ്ടേ അവിടെ സംഭവിക്കുകയുള്ളൂ. അപ്പോൾ നമുക്കറിയാം ഹൈഡ്രജനും ക്ലോറിനും സിംഗിൾ ബോണ്ടാണല്ലേ, ഓരോ ഇലക്ട്രോണിനെയാണ് അവർ ഷെയർ ചെയ്യുന്നത്. ഹൈഡ്രജൻ്റെ കയ്യിലാകപ്പാട് ഒരു ഇലക്ട്രോണേ ഉള്ളൂ. അതുപോലെ ക്ലോറിൻ്റെ കേസ് എടുക്കുമ്പോൾ ക്ലോറിൻ്റെ അറ്റോമിക് നമ്പർ 17 അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 287 ആണ്. 7 ആകുമ്പോൾ ഒരു ഇലക്ട്രോണിന് ആവശ്യമുണ്ട്. അപ്പോൾ ഓരോ ഇലക്ട്രോണിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും. അപ്പോൾ ഹൈഡ്രജനെ അപേക്ഷിച്ച് ക്ലോറിനാണ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടുതൽ. അതുകൊണ്ട് തന്നെ ക്ലോറിൻ ഹൈഡ്രജൻ്റെ ഇലക്ട്രോണിനെ തന്നിലോട്ട് അട്രാക്റ്റ് ചെയ്ത് നിർത്തും. അതുകൊണ്ട് തന്നെ ക്ലോറിന് പാർഷ്യലി ഒരു നെഗറ്റീവ് ചാർജും ഹൈഡ്രജന് പാർഷ്യലി പോസിറ്റീവ് ചാർജും ലഭിക്കുന്നു. നമുക്കറിയാം വിച്ച് ആറ്റം ഹാസ് അണ്ടർഗോ ഓക്സിഡേഷൻ ഇൻ ഇറ്റ്സ് റിയാക്ഷൻ. ഏത് ആറ്റമാണ്? ഹൈഡ്രജനാണ് ഓക്സിഡേഷൻ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ +1 ആയിട്ട് മാറുന്നത്. വിച്ച് ആറ്റം ഹാസ് അണ്ടർഗോസ് റിഡക്ഷൻ സംഭവിക്കുന്നത് ക്ലോറിനാണ്. അങ്ങനെ 0ൽ നിന്നും -1 ആയിട്ട് അതിന് റിഡക്ഷൻ സംഭവിക്കുന്നു. ഹിയർ ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ ടേക്ക് പ്ലേസ് സൈമുൾട്ടേനിയസ്ലി. സച്ച് റിയാക്ഷൻസ് ആർ കാൾഡ് റിഡോക്സ് റിയാക്ഷൻ. ഇവിടെ ഓക്സിഡേഷനും റിഡക്ഷനും സംഭവിക്കുന്നത് ഒരേ സമയത്തായിരിക്കും. ഇപ്പം നമ്മൾ പഠിച്ചതെല്ലാം അതുപോലെ തന്നെയാണല്ലോ. ഇനി ഇൻ റിഡോക്സ് റിയാക്ഷൻ ഓക്സിഡൈസിങ് ഏജൻറ്റ് അണ്ടർഗോസ് റിഡക്ഷൻ അല്ലേ, ഓക്സിഡൈസിങ് ഏജൻറ്റിനാണല്ലോ റിഡക്ഷൻ സംഭവിക്കുന്നത്. ആൻഡ് റെഡ്യൂസിങ് ഏജൻറ്റ് അണ്ടർഗോസ് ഓക്സിഡേഷൻ, റെഡ്യൂസിങ് ഏജൻറ്റിനാണ് ഓക്സിഡേഷൻ സംഭവിക്കുന്നത് അല്ലേ. ഇതെല്ലാം നമ്മൾ പഠിച്ചതാണ്. സം ഫെമിലിയർ റിഡോക്സ് റിയാക്ഷൻസ് ഇൻ ഡെയിലി ലൈഫ് ആർ ഗിവൺ ബിലോ. നമ്മുടെ നിത്യജീവിതത്തിൽ നടക്കുന്ന ചില റിഡോക്സ് റിയാക്ഷൻ്റെ എക്സാമ്പിൾസുകളാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഗ്ലൂക്കോസ് മോളിക്യൂൾസ് ഡീകമ്പോസ് ആൻഡ് റിലീസ് എനർജി ഡ്യൂറിങ് സെല്ലുലാർ റെസ്പിറേഷൻ. സെല്ലുലാർ റെസ്പിറേഷൻ്റെ സമയത്ത് ഗ്ലൂക്കോസ് മോളിക്യൂൾ ഡീകമ്പോസ് ചെയ്തിട്ട് എനർജി റിലീസ് ചെയ്യുന്നത്. ഫോർമേഷൻ ഓഫ് ഓക്സൈഡ് കോട്ടിംഗ് ഓൺ ദി സർഫസ് ഓഫ് മെറ്റൽസ്, മെറ്റൽസിൻ്റെ സർഫസിൽ ഓക്സൈഡ് കോട്ടിങ് ചെയ്യുന്നത്. കമ്പസ്റ്റേഷൻ ഓഫ് ഫ്യൂവൽസ് കത്തുന്നത്. ഡീകമ്പോസിഷൻ ഓഫ് ഓർഗാനിക് സബ്സ്റ്റൻസസ് ഇൻ ദി പ്രസൻസ് ഓഫ് ഓക്സിജൻ. പ്രൊഡക്ഷൻ ഓഫ് ഇലക്ട്രിസിറ്റി ഇൻ ഇലക്ട്രോ കെമിക്കൽ സെൽസ്. ഇതും ഒന്ന് പഠിച്ചിരിക്കുക, എക്സാമ്പിൾസ് പഠിച്ചിരിക്കുക. ക്വസ്റ്റ്യനകത്ത് കാണാൻ ചാൻസ് ഉണ്ട് എക്സാമിൻ്റെ. ഓക്കെ, ഇനി നമുക്ക് ലെറ്റസസ് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം.